കട്ടപ്പന സെൻട്രൽ ബാങ്ക് ശാഖയിൽ മുക്കുപണ്ടം പണയപ്പെടുത്തിയും പണയ ഉരുപ്പടികൾ തിരിമറി നടത്തിയും ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ അറസ്റ്റിലായ മുൻ ഗോൾഡ് അപ്രൈസർ ജീവനക്കാരനായ ആളെ തെളിവെടുപ്പിനായി കട്ടപ്പനയിലെത്തിച്ചു. തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന അനിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. കട്ടപ്പനയിലെ സെൻട്രൽ ബാങ്ക് ശാഖയിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി തട്ടിപ്പ് നടത്തിയ ബാങ്കിലെ മുൻ ഗോൾഡ് അപ്രൈസർ കൊല്ലംപറമ്പിൽ അനിൽ കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ കീഴടങ്ങിയത്. കേസന്വേഷിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് ഇയാളെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. തട്ടിപ്പ് നടന്ന സെൻട്രൽ ബാങ്കിൽ അനിലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 10 വർഷത്തിനിടെ 1,70,00,000 രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ. ഇയാൾ സൗഹൃദം സ്ഥാപിച്ച് വിശ്വാസ്യത ആർജിച്ച 23 ആളുകളുടെ പേരിലാണ് മുക്കുപണ്ടം പണയപ്പെടുത്തിയത്. 2013 മുതൽ നടന്ന തട്ടിപ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബാങ്ക് അധികൃതർ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഒളിവിലായിരുന്ന പ്രതി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും അത് ലഭിക്കാതെ വന്നതോടെ കീഴടങ്ങുകയായിരുന്നു. മണി ചെയിൻ തട്ടിപ്പിൽ ഉൾപ്പെടെ അകപ്പെട്ട് ബാധ്യതയുണ്ടെന്ന് ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായാണ് വിവരം. ഇയാൾക്ക് കാര്യമായ സ്വത്തുക്കളില്ലെന്നാണ് അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.